ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ബിന്ദു വേൾഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന വീഡിയോ ഒരു പാളങ്കോടൻ പഴം വെച്ചുള്ള ഒരു ജാമിൻ്റെ റെസിപ്പിയാണ്. അത് ബ്രെഡിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ജാമിൻ്റെ റെസിപ്പിയാണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ ഈ ജാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 1.5 കിലോ പാളങ്കോടൻ പഴം എടുത്തിട്ടുണ്ട്. ചെറുപഴമാണ്, അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് അത് ചെറു കഷ്ണങ്ങളാക്കി ഞുറുക്കി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ അത് നികക്ക വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഈ കുക്കർ അടച്ചു വെച്ച് ഒരു 3 വിസിലടിച്ച് വേവിച്ച് എടുക്കാം. ഇപ്പം കുക്കറിൻ്റെ എയറൊക്കെ പോയി അത് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി കുക്കർ തുറന്ന് നോക്കുമ്പം ഇതാണ് അതിൻ്റെ അവസ്ഥ. ഇനി നമുക്കിതൊന്ന് ഊറ്റി എടുക്കാം. നമുക്ക് ഈ പഴത്തിൻ്റെ നീര് അതിൻ്റെ ആ നീരാണ് ആവശ്യമുള്ളത്. ബാക്കി ഈ കൊന്തൊന്നും നമുക്ക് ആവശ്യമില്ല. അതിൻ്റെ നീരെല്ലാം എടുത്തിട്ട് നമുക്കത് കളയാം. അതിന് പിന്നെ രുചിയൊന്നുമില്ല, അതിൻ്റെ മധുരമെല്ലാം നമ്മളിഞ്ഞ് എടുത്തല്ലോ, അത് നീരിനകത്ത് ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. നല്ല ചൂട് കട്ടിയുള്ളൊരു പാത്രം വേണം എടുക്കാം. കൂടെ തന്നെ ഒരു 10 ഗ്രാമ്പ് കൂടി ഈ നീരിലേക്ക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 കിലോ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. അതിൽ കൂടുതൽ പഞ്ചസാര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പം 1/2 കിലോ ഇട്ടെന്നേ ഉള്ളൂ. മധുരം തോനെയും വേണ്ടിയവർക്ക് അതിൽ കൂടുതൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് തിളച്ച് വറ്റിയൊക്കെ വരണം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കൂട്ടുകാരെ ഒന്ന് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ കൂട്ടുകാരെ. ആദ്യമായി കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിലൊരു ബെല്ല് വരും. ബെല്ലിലൊന്ന് ടച്ച് ചെയ്യുമ്പം താഴെ ആളെന്ന് ഓപ്ഷൻ വരും. അതിലൂടെ ഒന്ന് ടച്ച് ചെയ്യണേ കൂട്ടുകാരെ. അപ്പം ഞാനിടുന്ന വീഡിയോയുടെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും. അപ്പം നമ്മുടെ പഴത്തിൻ്റെ ഈ നീരുണ്ടല്ലോ, അത് കണ്ടോ ഇങ്ങനെ പതഞ്ഞ് പൊങ്ങിയൊക്കെ വരും. അപ്പം നമ്മൾ കൂടെ നിന്ന് ഇളക്കി കൊടുക്കണം, കൈയെടുക്കാതെ. കൈയെടുത്തെന്ന് വിചാരിച്ചും കുഴപ്പമൊന്നുമില്ല, എങ്കിലും നമ്മൾ ഇളക്കി കൊടുക്കണം കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ അടിക്ക് പിടിക്കാൻ, പഞ്ചസാര ആയതുകൊണ്ട് അടിക്ക് പിടിക്കാനങ്ങനെ സാധ്യതയുണ്ടെങ്കിൽ അറിയത്തില്ലല്ലോ. അപ്പോൾ അതിവിടെ ഏകദേശം വറ്റി റെഡിയായി വന്നിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്കൊരു ചെറുനാരങ്ങയുടെ നീര് കൂടി ഒഴിച്ചു കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഒരു ജാമിൻ്റെ റെസിപ്പിയാണ്. പാളങ്കോടൻ പഴം കൊണ്ടാണ് നമ്മൾ ഈ ജാം ഉണ്ടാക്കിയേക്കുന്നത്. അപ്പം ഈ കടയിലൊക്കെ ഇതിനൊക്കെ എത്ര രൂപ കൊടുക്കണം? അതുമ്പം വീട്ടിൽ തന്നെ ആകുമ്പോൾ നമുക്ക് കൊലയൊക്കെ ചിലപ്പം കിട്ടുമ്പം ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്ന കറികളൊന്നും ഇല്ലാത്തപ്പം കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാം. പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ ഇത്. അപ്പോൾ ഇവിടെ വറ്റി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ഒരുവിധം കുറുകി വന്നപ്പോൾ അതൊന്ന് തീ ഓഫ് ചെയ്തിട്ട് നോക്കുകയാണ്. അപ്പോൾ കണ്ടോ ഇങ്ങനാണ് ഇതിൻ്റെ പരുവാണോ ഇല്ലയോ എന്ന് നോക്കുന്നത്. ഇങ്ങനെ തുള്ളിയായിട്ട് വരണം. അല്ലെങ്കിൽ വെള്ളം എടുത്തിട്ട് അതിനകത്തോട്ട് ഒഴിച്ച് നോക്കിയാലും മതി. അത് അലിഞ്ഞു പോകുന്നില്ലെങ്കിൽ അത് കറക്റ്റായി വരുന്നുണ്ട്. അതാണ് അതിൻ്റെ പരുവം. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിരിക്കുമ്പോൾ ഒന്നും കൂടെ കുറുകി തണുത്ത് വരും. തണുക്കും തോറും അത് കുറുകി വരും. അപ്പോൾ ഇവിടെ തണുത്ത് എല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയായിരുന്നു. എന്നിട്ട് അത് ഞാനിപ്പോൾ ഒരു ഭരണിയിലേക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് ഭരണിയിലേക്ക് ആക്കി വെച്ചു. നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്താൽ മതിയല്ലോ. അപ്പം ബ്രെഡ് ചൂടാക്കി ഇതാണ് നമ്മൾ ഉണ്ടാക്കിയ ജാമിൻ്റെ കളറല്ല. വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ഒരു ജാമാണ്. ഒരു പ്രാവശ്യം നിങ്ങൾക്ക് പാളങ്കോടൻ പഴം കിട്ടുമ്പോൾ ഇങ്ങനൊന്ന് ഉണ്ടാക്കി നോക്കണം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബായ്.